ഹലോ എവരിവൺ, വെൽക്കം ടു ഗ്രീഷ്മാസ് ലേണിംഗ് സ്പേസ്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. സോ ജോയിൻ ചെയ്യുക. ബേസിക്സ് കംപ്ലീറ്റ്ലി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ ക്ലാസ് ആണിത്. ബേസിക്സ് അത്യാവശ്യം അറിയാവുന്നവർക്ക് ഈ ഒരു ക്ലാസ് തൊട്ട് ഫോളോ ചെയ്താൽ മതിയാവും. ഇഫ് ടു നമ്പേഴ്സ് ആർ റെസ്പെക്റ്റീവ്ലി 20% ആൻഡ് 50% ഓഫ് എ തേർഡ് നമ്പർ, ഒരു നമ്പറിൻ്റെ 20%ഉം 50%ഉം ആണ് വേറെ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഫസ്റ്റ് നമ്പർ ടു ദ സെക്കൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 20% ഓഫ് തേർഡ് നമ്പർ ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 50% ഓഫ് തേർഡ് നമ്പർ ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ തേർഡ് നമ്പർ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ആ തേർഡ് നമ്പർ 100 ആയിട്ടൊന്ന് എടുത്തു നോക്കേ. 100ന്റെ 20% എന്ന് പറയുമ്പോൾ 20 തന്നെയാണ്. 100ന്റെ 50% എന്ന് പറയുമ്പോൾ 50 തന്നെയാണ്. സോ ഫസ്റ്റ് നമ്പർ 20 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ 50 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മൂന്നാമതൊരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ 20% ഫസ്റ്റ് നമ്പർ. ആ മൂന്നാമത്തെ നമ്പറിന് ഞാൻ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 20 തന്നെയാണ്, അല്ലെ? 20% ഓഫ് 100 ഈസ് 20. അതുപോലെ 100ന്റെ 50% എന്ന് പറയുന്നത് 50 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കിട്ടിക്കഴിഞ്ഞു. ചോദ്യം, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഫസ്റ്റ് നമ്പർ ടു ദ സെക്കൻഡ്? അതെങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് നമ്പർ ടു ദ സെക്കൻഡ് ഇങ്ങനെ എഴുതുന്നത്, അല്ലേ? ഫസ്റ്റ് നമ്പർ 20 ആണെങ്കിൽ ടു ദ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 0യും 0യും കട്ട് ചെയ്താൽ 2/5. 2/5 എന്ന് വരും. 5ൽ 2 എന്ന് വരും. 5ൽ 2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ? ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? 5ൽ 2 എന്ന് പറഞ്ഞാൽ 40%. സോ ആൻസർ ഈസ് 40%. 5ൽ 1 എന്ന് പറഞ്ഞാൽ 20%. അങ്ങനെയാണെങ്കിൽ 5ൽ 2 എന്ന് പറഞ്ഞാൽ 40%. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 40% ആണ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും, അല്ലേ? ഒരു നമ്പറിൻ്റെ 20% എന്ന് പറയുന്നത് 20 ആണ്. അതേ നമ്പറിൻ്റെ 50% എന്ന് പറയുന്നത് 50 ആണ്. 20/50 എന്ന് പറഞ്ഞാൽ 2/5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 40%. ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റമുണ്ട്. 20% കൂടുതലാണ്, 50% കൂടുതലാണ്. ഇങ്ങനെ വന്നാലോ? 20% ആണ്, 50% ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാറിയാം. 20% കൂടുതലാണെന്നോ 20% കുറവാണെന്നോ അങ്ങനെയാണ് ചോദ്യമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ 20% എന്ന് പറഞ്ഞാൽ എന്താ? 5ന് 1 എന്നാ, അല്ലെ? 5ൽ 1 എന്നാ. 50% എന്ന് പറഞ്ഞാൽ എന്താ? 2ൽ 1 എന്നാ, അല്ലെ? അപ്പോൾ ഫ്രാക്ഷൻ പെർസെൻറ്റേജ് വാല്യൂസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യണം. ഇത് നമുക്ക് 100 ഇട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇവിടെ നേരത്തെ പോലെ തേർഡ് നമ്പറിനെ 100 എന്ന് എടുക്കുവാണ്. മൂന്നാമത്തെ നമ്പർ 100 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 120 ആയിരിക്കും. എങ്ങനെ കിട്ടി ഫസ്റ്റ് നമ്പർ 120 ആണെന്ന്? 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ 100ന്റെ 20% എന്ന് പറഞ്ഞാൽ 20. 20 കൂടുതൽ എന്ന അർത്ഥം, അല്ലേ? സോ 120 എന്നാണ് ഫസ്റ്റ് നമ്പർ വരുന്നത്. അതുപോലെ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 50% കൂടുതലാ, അല്ലേ? അപ്പോൾ 100-നകത്തുനിന്ന് 50 കൂടുതൽ എന്ന് പറയുമ്പോൾ 150 ആണ്. ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള പെർസെൻറ്റേജ് ആണ്. ഫസ്റ്റ് നമ്പർ ടു ദ സെക്കൻഡ് ആ വേണ്ട. സോ 120 ടു ദ സെക്കൻഡ് എന്ന് പറയുന്നത് 150. ദാറ്റ് ഈസ് ഇൻറ്റു 100. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഫ്രാക്ഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. 0 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 3 ഉണ്ട്, ഒരു 5 ഉണ്ട്, അല്ലേ? 15 എന്ന് പറഞ്ഞാൽ 3 × 5 ആണ്. അതിൽ 3 ഇവിടെ കട്ട് ചെയ്തു, 4 എഴുതി. 5 ഇതുമായിട്ട് കട്ട് ചെയ്തു, 20 എഴുതി. സോ ആൻസർ 80% ആണ്. 120 എന്ന് പറയുന്നത് 150യുടെ 80% ആണ്. ഇതുപോലെ തന്നെയാണ് കുറയുവാണെങ്കിലും ചെയ്യുന്നത്, കേട്ടോ. അപ്പോൾ ആ ഒരു ടൈപ്പും കൂടെ നമുക്ക് നോക്കാം. 20% കുറവായിരുന്നു എന്നാണ് പറയുമെങ്കിലോ, അപ്പോൾ തേർഡ് നമ്പർ നമ്മൾ എന്തെടുക്കും? തേർഡ് നമ്പർ 100 എന്ന് എടുത്തിട്ട് ഫസ്റ്റ് നമ്പർ 20% കുറവാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 80 ആണ്. സെക്കൻഡ് നമ്പർ 50% കുറവാണ്, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 50 ആണ്. സോ 80/50 × 100 എന്ന് വന്നേ. മനസ്സിലായോ? സോ ആൻസർ 120
60%. ഫസ്റ്റ് നമ്പർ ടു ദി സെക്കൻഡ് എന്ന് പറയുന്നത് 160%. സോ കൂടുതലാണോ കുറവാണോ എന്തായാലും നമുക്കിത് തേർഡ് നമ്പർ 100 ഇട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. എ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ എ എക്സാമിനേഷൻ ഹാസ് ടു സെക്യൂർ 35% marks to pass, but he secured only 40 marks and failed by 30 marks. What would be the maximum marks of test? A candidate appearing for examination has to secure 35% mark to pass. പാസ് ആവാനായിട്ട് എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം? 35% മാർക്ക് വേണം. ഒരാൾ 40 മാർക്ക് വാങ്ങിയിട്ട് 30 മാർക്കിന് തോറ്റുപോയി. 40 മാർക്ക് വാങ്ങിയാൽ ഫെയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ പാസ്സായേനെ. അപ്പോൾ പാസ്സാവേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 70 ആണ്. ക്ലിയർ ആണോ? ഒരാൾ 40 മാർക്ക് വാങ്ങി 30 മാർക്കിന് ഫെയിലായി എന്ന് പറഞ്ഞാൽ 40 + 30 70 മാർക്ക് വാങ്ങിയിരുന്നെങ്കിൽ പാസ്സായേനെ. ഓക്കെ, സോ 35% ആണ് 70 എന്ന് പറയുന്നത്. വാട്ട് വുഡ് ബി ദ മാക്സിമം മാർക്സ് ഓഫ് ദ ടെസ്റ്റ്? ടെസ്റ്റിനകത്തുള്ള മാക്സിമം മാർക്ക് എത്രയാണെന്നാണ് ചോദ്യം. മാക്സിമം മാർക്ക് എന്ന് പറയുമ്പോൾ 100% എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 35ൻ്റെ ഡബിൾ അല്ലേ 70, സോ 100ൻ്റെ ഡബിൾ എടുത്താൽ മതി. സോ 200 ആണ് മാക്സിമം മാർക്ക്. ഒരു പെർസെൻറ്റേജിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ അറിയാമെങ്കിൽ അതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ അതേ ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. 35% 70 ആണ്. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ചെയിൻ റൂളാണ്. 35% എന്ന് പറയുന്നത് 70 ആണെങ്കിൽ 100% എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിനി മാർക്ക് ഫെയിലായത് ആ ഒരു ടൈപ്പിൻ്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവേ. ഓപ്ഷൻസ് ഉണ്ടായിരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ. A scored 175 marks in a test and failed by 35 marks. If the passing percentage of the test is 35%, then what are the maximum marks of the test? A എന്ത് ചെയ്തു? 175 മാർക്കാണ് സ്കോർ ചെയ്തത്. ഒരു ടെസ്റ്റിനകത്ത് 175 മാർക്കാണ് സ്കോർ ചെയ്തത്. ആൻഡ് ഫെയിൽഡ് ബൈ 35 മാർക്സ്. എന്നിട്ട് എന്ത് ചെയ്തു? 35 മാർക്കിന് ഫെയിലായി. ഇഫ് ദ പാസിംഗ് പെർസെൻറ്റേജ് ഓഫ് ദ ടെസ്റ്റ് ഈസ് 35%, പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 35% ആണെങ്കിൽ ദെൻ വോട്ട് ആർ ദ മാക്സിമം മാർക്സ് ഓഫ് ദ ടെസ്റ്റ്? മാക്സിമം മാർക്ക് എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് 500, 550, 400, 600. പാസ് ആവാനുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 35% ആണ് അല്ലേ. അപ്പോൾ ഒരു മാർക്കിൻ്റെ ഒരു നമ്പർ ലൈൻ പോലെ വരച്ചു കഴിഞ്ഞാൽ മാർക്ക് പെർസെൻറ്റേജ് ആ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 175 മാർക്ക് വാങ്ങിയ ആൾ 35 മാർക്കിന് ഫെയിലായി. അതായത് ഒരു 35 മാർക്ക് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആളെന്തായനെ? പാസ്സായനെ. ആ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 35%. പാസ് മാർക്ക് എത്ര? 175ൻ്റെ കൂടെ 35 കൂടെ വാങ്ങിയാലല്ലേ പാസ് മാർക്ക് ആവുള്ളൂ. അപ്പോൾ എത്ര കിട്ടും? 210. അപ്പോൾ 210 മാർക്ക് വാങ്ങിയാലാണ് പാസ്സാവുന്നത്. അത് എത്ര പെർസെൻറ്റേജ് ആണ്? 35% ആണ്. ഓക്കെ, അപ്പോൾ 35% ആണ് 210. ക്ലിയർ ആണല്ലോ? ഒരു ഡേറ്റ മതി, ബാക്കി നമുക്കതുപോലെ കണ്ടുപിടിക്കാം. 35% 210 ആവുമ്പം 100% എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ഈക്വൽ ടു 210 × 100. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ 35. 35 എന്ന് പറഞ്ഞാൽ 7 × 5 ആണ് അല്ലേ. 35 എന്ന് പറഞ്ഞാൽ 7 × 5 ആണ്. 7 ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടുന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ 3യും 0യും വരും, 30 വരും. 5 കൊണ്ട് 30 കട്ട് ചെയ്താൽ 6 വരും. സോ 600. സോ ആൻസർ ഓപ്ഷൻ ഡി 600 ആണ്. 600 മാർക്കായിരുന്നു ആ ഒരു മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒന്നുകൂടെ പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലായവർക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. 175 മാർക്ക് വാങ്ങിയാൽ പാസ്സായോ? ഇല്ല. എത്ര മാർക്ക് കൂടെ വാങ്ങണമായിരുന്നു? 35 മാർക്ക് കൂടെ വാങ്ങണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാസ്സായനല്ലേ. 35 മാർക്കിനാണ് ഫെയിലായി പോയത്. 175 മാർക്കിൻ്റെ കൂടെ ഒരു 35 മാർക്ക് കൂടെ വാങ്ങിയിരുന്നെങ്കിൽ പാസ്സായന്. അതായത് 210 മാർക്കാണ് പാസ് മാർക്ക്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്
35% ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. 35% ടോട്ടൽ മാർക്കിൻ്റെ 35% 210. അങ്ങനെയാണ് 100% എത്രയാണെന്നാണ് ചോദ്യം. മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 100%. 100% എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം 35% 210 ആണെങ്കിൽ 100% എക്സ് കൊടുത്തു, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 35 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 210 ഇൻറ്റു 100 എന്നാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 210 ഇൻറ്റു 100/35 എന്ന് വരും. കട്ട് ചെയ്യാൻ എളുപ്പമാണ്. 35 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 5 ആണ്. 35-ന് പകരം നമുക്കിവിടെ 7 ഇൻറ്റു 5 എന്ന് എഴുതാം. 7ഉം 5ഉം മുകളിലത്തതായിട്ട് കട്ട് ചെയ്യണം. ഇവിടെ ഒരു 7 കട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഒരു 7 കട്ട് ചെയ്യണം. ഇവിടെ 3 ഇൻറ്റു 7 ആണ് 21. സോ ഒരു 0 ബാലൻസ് ഉണ്ട്. ഇനി താഴെ ഒരു 5 കട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഒരു 5 കട്ട് ചെയ്യണം. ഇവിടെ 5 കട്ട് ചെയ്താൽ 6 ഇൻറ്റു 5 30, 5 പോയി കഴിഞ്ഞാൽ ബാക്കി 6 ഉള്ളൂ. സോ 6 ഇൻറ്റു 100 600 ആണ് ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. In an examination, it is required to get 336 aggregate marks to pass. 336 മാർക്ക് വാങ്ങിയാൽ പാസ്സാവും അല്ലേ? A student gets 35% marks and declared failed by 42 marks. 35% മാർക്ക് വാങ്ങിയിട്ടും 42 മാർക്കിന് ഫെയിൽ ആയിപ്പോയി. What are the maximum aggregate marks of student can get? Options 800, 825, 850, none of this. ഇവിടെ 336 മാർക്ക് കിട്ടിയ പാസ്സാവും. 336 മാർക്ക് കിട്ടിയോ? 336 മാർക്ക് കിട്ടിയെങ്കിൽ പാസ്സായനല്ലേ? അപ്പോൾ 336 മാർക്ക് കിട്ടിയില്ല. എത്ര മാർക്ക് കുറഞ്ഞു പോയി? 42 മാർക്ക് കുറച്ചേ കിട്ടിയുള്ളൂ അല്ലേ? 336 മാർക്ക് കിട്ടിയില്ല. ഒരു 42 മാർക്ക് കുറച്ചാണ് ആൾക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്ര മാർക്ക് കിട്ടി? 336 മൈനസ് 42, 294 അല്ലേ? 294 മാർക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ കിട്ടിയ മാർക്ക് 294 മാർക്കാണ്. അതെന്ന് പറയുന്നത് 35% ആണ്. ടോട്ടൽ മാർക്കിൻ്റെ 35% ഒരു കുട്ടിക്ക് കിട്ടിയത്. അപ്പോഴാണ് അവൻ 42 മാർക്കിന് ഫെയിലായത്. സോ അതിൻ്റെ അർത്ഥം ഈ കുട്ടി വാങ്ങിയ 35% മാർക്ക് എന്ന് പറയുന്നത് 294 മാർക്കേ ഉള്ളൂ. ഒരു 42 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ പാസ്സായനെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട 100% എത്രയാണെന്നാണ്. അപ്പോൾ 100% കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എക്സ് കൊടുക്കുക, ക്രോസ് ചെയ്യുക. 35 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 294 ഇൻറ്റു 100 എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 294 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 35. സോ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 35 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? 35 എന്ന് പറയുമ്പോൾ നമുക്ക് 7 ഇൻറ്റു 5 ആ 35. സോ നമുക്ക് 7 കട്ട് ചെയ്ത് കളയുമ്പോൾ 4 ഇൻറ്റു 7 28, ബാക്കി 2 ഇൻറ്റു 7 ആണ്. 5ഉം 100 കട്ട് ചെയ്താൽ 20 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 840, 840 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 840 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു സിംപ്ലിഫിക്കേഷൻ മോഡലിലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 35% ഓഫ് എക്സ് മൈനസ് 400 ഇസ് ഈക്വൽ ടു 15% ഓഫ് എക്സ് പ്ലസ് 400 and 60% of y is equal to 360. Find x plus y is to x minus y. Okay. നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. 35% ഓഫ് എക്സ് മൈനസ് 400. 35% ഓഫ് മാറ്റി നമുക്ക് എന്ത് കൊടുക്കാം? ഇൻറ്റു കൊടുക്കാം. എക്സ് മൈനസ് 400 ഇസ് ഈക്വൽ ടു 15% ഓഫ് മാറ്റി എന്ത് കൊടുക്കാം? ഇൻറ്റു കൊടുക്കാം. എക്സ് പ്ലസ് 400. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് പെർസെൻറ്റേജ് കിടപ്പുണ്ട്. അത് കട്ട് ചെയ്യാം. ഈ പെർസെൻറ്റേജും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് രണ്ടിടത്തും 5 കൊണ്ട് കട്ട് ചെയ്യാം.
5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 7 × 5 ആണ് 35, ഇവിടെ 3 × 5 ആണ് 15. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7x മൈനസ് 2800 ഇസ് ഈക്വൽ ടു 3x പ്ലസ് 1200. 7x minus 3x, 4x is equal to 1200 plus 2800 എന്ന് വരും. So 4x is equal to 4000 എന്ന് വരും അല്ലേ. So x is equal to 1000. So x 1000 എന്ന് നമുക്ക് കിട്ടും. ഇനി 60% of y is equal to 316 തന്നിട്ടുണ്ട്. 60% of y, 60% എന്ന് പറയുമ്പോൾ 60/100 ഇൻറ്റു y ആണ് 316 തന്നേക്കുന്നത്. സോ ഇവിടെ ഒരു സീറോയും ക്യാൻസൽ ചെയ്താൽ 6ഉം 316 കൂടെ ക്യാൻസൽ ചെയ്താൽ 60 വരും. സോ y is equal to 600 എന്ന് വരും. സോ yയും കിട്ടി 600. രണ്ടാമത്തെ ഡേറ്റയിൽ നിന്ന് y 600 എന്നും കിട്ടി. സോ x plus y is to x minus y അപ്പോൾ എന്ത് വരും? 1600 is to 400 എന്ന് വരും. 16 is to 4 എന്ന് വരും. 4 കൊണ്ട് കട്ട് ചെയ്താൽ 4:1 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി 4:1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45% of first number is equal to 60% of second number. If average of both the numbers is 10 less than the first number, then find 80% of second number. Options 64, 40, 48, 56, 80. 45% of first number is equal to 45% of x is equal to 60% of y എന്ന് നമുക്ക് കൊടുക്കാം. 60% of y, അതായത് ഫസ്റ്റ് നമ്പർ ഞാൻ x എന്നും സെക്കൻഡ് നമ്പർ ഞാൻ y എന്നും എടുക്കുവാണ്. അങ്ങനെ 45% ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 60% ഇൻറ്റു y എന്നാണ്. ഇഫ് ആവറേജ് ഓഫ് ബോത്ത് ദ നമ്പേഴ്സ് ഈസ് 10 ലെസ് ദാൻ ദ ഫസ്റ്റ് നമ്പർ, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്പറിനേക്കാൾ 10 കുറവാണ്. ദെൻ ഫൈൻഡ് ദ 80% ഓഫ് സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പറിൻ്റെ 80% എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പെർസെൻറ്റേജും ക്യാൻസൽ ചെയ്തു. 15 കൊണ്ട് കട്ട് ചെയ്താൽ 15 3 തവണയുണ്ട് 45 ആവാൻ. 15 4 തവണയാകുമ്പോഴാണ് 60 ആവുന്നത്. സോ എക്സ് ബൈ വൈ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 4/3 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈസ് ടു വൈ 4:3 എന്നാണ് അല്ലേ. എക്സ് 4 ആണെങ്കിൽ വൈ 3 ആണ്. എക്സ് 4 ആണെങ്കിൽ വൈ 3 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട 80% ഓഫ് സെക്കൻഡ് നമ്പറാണ്. സെക്കൻഡ് നമ്പറിൻ്റെ 80%. പക്ഷെ നമുക്ക് ഇവിടെ 4ഉം 3ഉം റേഷ്യോ ആണ്. അത് 40ഉം 30ഉം ആവാം, അങ്ങനെ ആവാം അല്ലേ. സോ 4, 3 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഞാൻ ഇപ്പോൾ 4K ആണെങ്കിൽ ഇത് 3K ആയിരിക്കും, അങ്ങനെ പറഞ്ഞൂടെ. എക്സ് 4K ആണെങ്കിൽ വൈ 3K ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ത് വരും? 4Kയും 3K ആണെങ്കിൽ 7K/2. 7K/2 അതെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് നമ്പറിനേക്കാൾ 10 കുറവാണ്. 7K/2 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ എന്താണ്? എക്സ്, അത് 4K അല്ലേ, അതിനേക്കാൾ 10 കുറവാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെ കണ്ടുപിടിച്ച് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കണ്ടുപിടിക്കാൻ പറ്റും. സോ 7K ഈസ് ഈക്വൽ ടു 8K മൈനസ് 20 എന്ന് വരും. സോ K ഈസ് ഈക്വൽ ടു 20 എന്ന് വരും. അപ്പോൾ എക്സ് ബൈ വൈ എന്താണ് വരുന്നത്? 4 × 20 എന്ന് പറയുമ്പോഴത്തേക്കും 80, 3 × 20 എന്ന് പറയുമ്പോഴത്തേക്കും 60. 80ഉം 60ഉം ആണ് നമ്പേഴ്സ്. സോ 80% ഓഫ് സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ 80/100 ഓഫ് 60 എന്ന് വരും. 2 0 താഴെയുണ്ട്, 2 0 മുകളിലുണ്ട്. സോ ആൻസർ 48 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായിട്ട് പറയാം. റേഷ്യോയുടെ മെത്തേഡ് യൂസ് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ വൈയുടെ വാല്യൂ 3 ആണ്. ആവറേജിൻ്റെ വാല്യൂ അങ്ങനെയാണെങ്കിൽ 4ൻ്റെ 3ൻ്റെ ആവറേജ് എത്ര വരും? 3.5 വരും. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ആവറേജ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ എത്ര വരും? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അതിനേക്കാൾ 0.5 കുറവാണ്. പക്ഷെ 0.5 അല്ലല്ലോ കുറയേണ്ടത്, 10 അല്ലേ കുറയേണ്ടത്. ദാറ്റ് ഈസ് ഇൻറ്റു 20. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 80 ആണ്, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 60 ആണ്. അങ്ങനെ റേഷ്യോ മോഡലിലും
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Rohit scores 30% higher than Sachin in an exam. Who scores 30% more than Rahul, who scores 200 marks out of 500? How much percentage marks does Rohit scores? 65, 67.6, 63.4. നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സോ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? ക്വസ്റ്റ്യൻ പക്ഷേ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഒരു രോഹിത് ഉണ്ട്, രോഹിത്തിൻ്റെ സ്കോറും അതുപോലെ തന്നെ സച്ചിൻ്റെ സ്കോറും തമ്മിലുള്ള റിലേഷൻ പറയുന്നുണ്ട്. അതുപോലെ സച്ചിനും രാഹുലും സ്കോർ ചെയ്തതിൻ്റെ ഒരു റിലേഷൻ പറയുന്നുണ്ട്. ചോദ്യം ഹൗ മച്ച് പെർസെൻറ്റേജ് മാർക്സ് ഡസ് രോഹിത് സ്കോർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. രോഹിത്തിൻ്റെ സ്കോർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം രാഹുൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. രാഹുൽ എത്രയാണ് സ്കോർ ചെയ്തത്? 500-ൽ 200. 500-ൽ 200 ആണ് രാഹുൽ സ്കോർ ചെയ്തത്. അപ്പോൾ രാഹുൽ സ്കോർ ചെയ്തതിനേക്കാൾ 30% കൂടുതൽ, 30% മോർ ദാൻ രാഹുൽ. 200-ൻ്റെ 30% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 60 മാർക്ക്. 60 മാർക്ക് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് ആര്? സച്ചിൻ. അപ്പം രാഹുൽ 200 മാർക്കാണെങ്കിൽ 260 മാർക്കാണ് സച്ചിൻ സ്കോർ ചെയ്തത്. ഇനി സച്ചിൻ സ്കോർ ചെയ്തതിനേക്കാൾ 30% കൂടുതലാണ് രോഹിത് സ്കോർ ചെയ്തത്. അപ്പോൾ 260-യുടെ 30%-ഉം കൂടെ അധികം ആര് സ്കോർ ചെയ്തിട്ടുണ്ട്? രോഹിത് സ്കോർ ചെയ്ത്. അതെന്ന് പറയുന്നത് സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 18, 1, 7, 78 മാർക്ക് അധികം സ്കോർ ചെയ്യുന്നുണ്ട് ആര്? രോഹിത് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 260 പ്ലസ് 78 രോഹിത്തിൻ്റെ സ്കോർ. ദാറ്റ് ഈസ് 338. 338 മാർക്കാണ് രോഹിത് സ്കോർ ചെയ്തത്. അപ്പോൾ 500-ൽ 338 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. 500-ൽ 338 എന്ന് പറയുമ്പം നമുക്ക് 2 സീറോസ് ക്യാൻസൽ ചെയ്ത് 338/5. 6 × 5 30 ആണ്. ബാക്കി 3 ഉണ്ട്, 38. 7 × 5 35. വീണ്ടും 3 ഉണ്ട്, 6 × 5 30. 67.6% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Out of his total income, Mr. Anil spends 20% on house rent, 70% on rest on house. 70% of the rest on household expenses. If he saves 1,800, what is his total income എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇൻകം കിട്ടിയതിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് ചിലവാക്കുന്നു, ഹൗസ് റെൻറ്റിന് കൊടുക്കുന്നു, ഇത്ര പെർസെൻറ്റേജ് അങ്ങനെ ബുക്സിന് എടുക്കുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എമർജൻസിക്ക് എടുക്കുന്നു. ഇങ്ങനെ കുറേ ഡേറ്റാസ് തന്നിട്ട് ഇൻകം എത്രയാണ്, റെൻറ്റിന് എത്ര കൊടുത്ത, ഈ മാതിരി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ ചെയ്യാം. അപ്പം ഇത്രയും ചെയ്ത് പഠിക്കുക. അടുത്ത സെക്ഷനിൽ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.